വിൻസി അലോഷ്യസിനോട് പരസ്യമായ മാപ്പ് പറഞ്ഞ് ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു സിനിമാ താരത്തെ അറിയാൻ മേലാത്ത മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി താരമാണ് ഷൈൻ ടോം ചാക്കോ. നമുക്കറിയാത്ത കേസാണ്. അപ്പോൾ അദ്ദേഹം പല ഘട്ടങ്ങളിലും വിവാദങ്ങളിൽ ചാടുകയും പിന്നെയും തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ ഭയങ്കര രസമാണ്, എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ ഒപ്പിക്കും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, ലഹരിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹം മോചിതനായി വരുന്ന ഒരു സാഹചര്യവും മോചിതനായി വരുന്ന ആ ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയും ചെയ്തു ഒരു അപകടത്തിൽ. പക്ഷെ അതിനുശേഷം എന്താ പറയുക, നമുക്കറിയാം ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. കാരണം ലഹരിയുടെയൊക്കെ അടിമത്തത്തിൽപ്പെട്ടിട്ട് അദ്ദേഹം ആ ഒരു ലെവലിലേക്ക് പോയി. അദ്ദേഹം അവിടുന്ന് തിരിച്ച് റിക്കവറായി വരാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ എടുത്തു. അപ്പം ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നേ പല സിനിമാ സെറ്റുകളിലും വന്നതിന് ശേഷം ഉണ്ടായ ചെറിയ തമാശകളും മാത്രമല്ല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടിയോട് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് അദ്ദേഹം ഒരു ഡയലോഗ് പറയുകയും, അതായത് സിനിമയിലെ ഡയലോഗല്ല, അല്ലാതെ തന്നെ ആ കുട്ടിയോട് എന്തോ ഒരു ഡയലോഗ് പറയുകയും അതിനുശേഷം അത് വലിയൊരു വിവാദമാകുകയും വിൻസി പരാതി കൊടുത്തു, അതിനുശേഷം ഒരു വിവാദമാകുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ ഒരു സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയുടെ എന്താ പറയുക ആ ഒരു പ്രൊമോഷണൽ പരിപാടിയുടെ സമയത്ത് പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കോ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരുന്ന സാഹചര്യമാണ് കാണുന്നത്. ഏതൊരാൾക്കും നമുക്കറിയാം, പണ്ട് നമ്മുടെ ഈ ബൈബിളിനകത്തൊക്കെ ആണെങ്കിലും ധൂർത്തപുത്രൻ എന്ന് പറയുന്ന ഒരു പുത്രനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പുള്ളി ഭയങ്കര വഴി വിട്ടുപോയി, നാട് വിട്ടു പോയതിന് ശേഷം തിരിച്ചു വരവിൻ്റെ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണാറുണ്ട്. ബൈബിളിനകത്ത് അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറയുന്ന പോലെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു തിരിച്ചുവരവാണ്. അദ്ദേഹം തന്നെ അതിന് മുന്നേ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹം ചെയ്ത പല സിനിമകളും അത് വീണ്ടും റീഡബ് ചെയ്തു. കാരണം അദ്ദേഹം സംസാരിക്കുന്ന തിരിയുന്ന ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇതെല്ലാം മനസ്സിലായി. അതിനുശേഷം ഇപ്പോൾ വരുന്ന സിനിമകളെല്ലാം വീണ്ടും റീഡബ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിതനാവുകയാണ്, വേറെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൻ തിരിച്ചുവരവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പരസ്യമായിട്ട് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, വേണമെങ്കിൽ പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ എന്നിരുന്നാലും അത്രയും മാധ്യമങ്ങളുടെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് മുന്നിൽ നിന്ന് അദ്ദേഹം വിൻസിയോട് മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ വിൻസി ആണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ട് എന്നപോലെ അത് പേഴ്സണലായിട്ട് പറയേണ്ട കാര്യമോ കുഴപ്പമില്ലെന്ന് പറയുമ്പം ആ ഒരു തെറ്റ് അഡ്മിറ്റ് ചെയ്ത് മാപ്പ് പറയാനായിട്ട് ഷൈൻ ടോം ചാക്കോ തയ്യാറായി. അങ്ങനെ ഒരു തയ്യാറായ ആ ഒരു വ്യക്തി വൻ തിരിച്ചുവരവാണ് നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മളൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരും അത് തെറ്റാണെന്ന് മനസ്സിലാക്കാതെ അതേ തന്നെ ന്യായീകരിച്ചിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായാൽ പോലും ഓപ്പോസിറ്റ് നമ്മൾ മൂലം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവരോടൊരു ക്ഷമ പറയാനോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് തെറ്റ് പറ്റിയെന്ന് പറയാനോ പലർക്കും മടിയാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നടൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു, ഒരു ക്ഷമാപണം നടത്തിയത്. എന്തായാലും ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ. കാരണം ഒരു മനുഷ്യനെ എല്ലാവരും ചവിട്ടി കൂട്ടി, അതായത് അദ്ദേഹത്തിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ് അദ്ദേഹത്തിനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ, അദ്ദേഹത്തെ തന്നെ എല്ലാവരും ഉന്നം വെച്ച് കുറ്റം പറയുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തി സ്ക്രീനിലോ എന്താ പറയുക യൂട്യൂബ് വീഡിയോകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊമോഷണൽ പ്രോഗ്രാമുകളിലോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളിലൊക്കെ വന്നിരുന്ന അദ്ദേഹം കാണിക്കുന്ന ഓരോ ആക്ഷൻസും അല്ലെങ്കിൽ നമ്മൾ പറയും കോപ്രായങ്ങളൊക്കെ കാണിക്കുക എന്ന് പറയും, ഇവനെന്തോന്നായി കാണിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാണേലും ആ ഒരു കാലം കഴിഞ്ഞു, ആ ഒരു സമയം കഴിഞ്ഞു. ഈ സമയവും കടന്നു പോകുമെന്ന് പറയുന്ന പോലെ എന്തായാലും ആ സമയം കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഇപ്പം നല്ലൊരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. എന്തായാലും അതിൻ്റെ നല്ല നല്ല ലക്ഷണങ്ങൾ അദ്ദേഹം കാണിക്കുന്നുണ്ട്. നല്ല നല്ല ചിത്രങ്ങൾ അദ്ദേഹത്തിന് വന്ന് നല്ലൊരു നടനായിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് അദ്ദേഹം സമൂഹത്തിൽ ഇനി ആരും കുറ്റപ്പെടുത്താത്ത രീതിയിൽ മുന്നോട്ടേക്ക് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും ഇത്രയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നിയുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. ഭയങ്കര സന്തോഷം. ഷൈൻ ടോം എന്തായാലും നല്ല നല്ല സിനിമകളുമായിട്ട് വൻ തിരിച്ചുവരവ് നടത്തട്ടെ. എന്തായാലും നമുക്ക് കാണാം അദ്ദേഹത്തിന് അഭ്രപാളിയിൽ അദ്ദേഹം എന്താ പറയുന്നത് നല്ല നല്ല വേഷങ്ങളിൽ അഴിഞ്ഞാടുന്നത് നമുക്ക് കണ്ട് രസിക്കാം.